മക്കളെ വളർത്തു വലുതാക്കിയ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, അധ്യാപകർ തുടങ്ങി എല്ലാവരും ഈശോയെ സ്വീകരിക്കുന്ന കുട്ടികൾ. ജുവാൻ കളത്തുരുക്കൽ, എസ്തേർ കളത്തുരുക്കൽ, എസ്തേർ നെല്ലിക്കാത്തറത്തിൽ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. തങ്ങളുടെ മകനെ ആശീർവദിക്കുന്നതിന് പ്രതീകമായി 2 ചെങ്ങാലികളെയാണ് അവർ കാഴ്ചവെച്ചത്. ആത്മീയമായി ഒരുങ്ങി ഇവിടെയായിരിക്കുന്ന ഈ മാതാപിതാക്കൾ തിരുക്കുടുംബത്തിന്റെ സമർപ്പണം പോലും തങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നതിന് പ്രതീകമായി തങ്ങളുടെ എളിയ കാഴ്ചകൾ സമർപ്പിക്കുന്നു. അൾത്താരയിൽ ഒരുങ്ങുന്ന ബലിവസ്തുക്കൾ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നതുപോലെ കാഴ്ചയായി സമർപ്പിക്കുന്ന ഈ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ
ഇവരെ അനുഗ്രഹിക്കണമേ. തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായിരുന്നു. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവ്വവേണ്ടിയും പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയകുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവാൻ, ഈശോയെന്ന് നിങ്ങളെ ജീവിക്കുവാൻ നിങ്ങളെ അനുവദിക്കുവാൻ.
എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് വസിക്കുന്ന ഈശോയെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന ഈശോയെ, എന്നെ മുഴുവനും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇനി ഒരിക്കലും പാപം ചെയ്ത് അങ്ങേ വേദനിപ്പിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങേ കൂടുതൽ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എൻ്റെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും തരണമേ. ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, സഭ ഇത് തന്റെ മക്കളെ വളർത്തുന്നത് വിശുദ്ധ ബലിപീഠത്തിന് ചുറ്റുമാണ്. വിശുദ്ധ അൽഫോൻസാമ്മ പറയുന്നു, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. നിത്യജീവൻ നേടുവാൻ യേശു ഒരു വ്യവസ്ഥയായി പറഞ്ഞത്, തന്റെ ശരീരം ഭക്ഷിക്കുകയും തന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആനന്ദത്തിന്റെയും അതിലേറെ സന്തോഷത്തിന്റെയും ദിനമാണ്. കാരണം ദിവ്യകാരുണ്യനാഥൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വന്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ദിവസം മനോഹരമാക്കിയ എല്ലാവരെയും ഏറെ നന്ദിയോടെ ഞങ്ങൾ ഇവിടെ ഓർക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്നതാണ് എന്റെ ആനന്ദം എന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന ദിവ്യകാരുണ്യനാഥന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകൾ ഓർക്കുന്നു. ക്രൈസ്തവ ജീവിതം ജീവിക്കാനുള്ള ശക്തിയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള അഭിനിവേശവും ലഭിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ചെറുതും സുന്ദരവും സുരക്ഷിതവുമായ വഴിയാണ് ദിവ്യകാരുണ്യ സ്വീകരണം. വിശുദ്ധ 10-ാം പീയൂസ് പാപ്പായുടെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ സുന്ദര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് ആദ്യമായി ഈശോയെ സ്വീകരിച്ച ഈ ദിനം. മഹാസമുദ്രത്തിൽ ലയിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെ ഞാൻ ഈശോയിൽ ഒന്നായി തീർന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ ആദ്യമായി ഈശോയെ സ്വീകരിച്ച ദിനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിച്ചു: ഈ ധന്യമുഹൂർത്തത്തിനായി ഞങ്ങളെ ഒരുക്കിയവർ നിരവധിയാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി ഒരുക്കുവാൻ സഹായിച്ചതും മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തു തന്നതും സ്നേഹം നിറഞ്ഞ ജോഷി അച്ഛനാണ്. കരുതലിന്റെ കരങ്ങൾ ഞങ്ങൾക്കായി എപ്പോഴും നൽകുന്ന നല്ല ഇടയനായ ജോഷി അച്ഛന്റെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും ഒരായിരം നന്ദി. ഇന്ന് ഞങ്ങൾക്കായി വിശുദ്ധബലി അർപ്പിക്കുകയും വചന സന്ദേശത്തിലൂടെയും മനോഹരമായ ഗാനത്തിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യനാഥന് നൽകുകയും ചെയ്ത സ്നേഹം നിറഞ്ഞ സന്തോഷത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഈശോയുടെ സ്നേഹം ആഴത്തിൽ തിരിച്ചറിയുവാൻ ഇന്നീ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിച്ചൊരുക്കിയ ജോഷി അച്ഛൻ, ബ്രദർ ജോയൽ, ബ്രദർ സേവിയർ, ലീമ സിസ്റ്റർ, ഒപ്പം എല്ലാ വിധത്തിലും ഞങ്ങളെ സഹായിച്ച സ്മിത ടീച്ചർ, ജിൻസി ടീച്ചർ, അൽന ചേച്ചി, ഇവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു.
സുഹൃത ജപങ്ങളിലൂടെയും വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെയും ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായി തീരണം എന്നുള്ള ഉറച്ച ബോധത്തിലേക്ക് ഞങ്ങളെ നയിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കുഞ്ഞുനാൾ മുതൽ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകിയ എല്ലാ മത അധ്യാപകർക്കും നന്ദി. മനോഹരമായ ഗാനത്തിലൂടെയും അലങ്കാരത്തിലൂടെയും ഇനി ഈ ദിവസം ഏറ്റവും മനോഹരമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും മനോജ് ചേട്ടനും അൾത്താര ശുശ്രൂഷകൾക്കും ഗായക സംഘത്തിനും